നമസ്കാരം. നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ എത്തിയ അമേരിക്കക്കാരനായ ചാരൻ മാത്യു ആരൻ വാൻഡെക്ക് കോടതിയിൽ ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ആവശ്യമാണ്. തീഹാർ ജയിലിൽ ഇദ്ദേഹത്തിന് മതിയായി രുചികരമായ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. എണ്ണ കലർന്ന ഭക്ഷണമാണ് ഇപ്പോൾ കക്ഷിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റൈലുള്ള ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഉള്ള ആവശ്യം. ഇദ്ദേഹത്തിൻ്റെ കുടുംബം കുറച്ച് ബിയറും മറ്റ് സാധനങ്ങളും ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് റെഡ് മീറ്റ്, ചിക്കൻ, ഫിഷ്, ലെൻറ്റിൽസ്, റൈസ്, പാസ്ത, നൂഡിൽസ്, പൊട്ടറ്റോ, ഒനിയൻ, ബീൻസ്, ബ്രെഡ്, ബട്ടർ, ഒലിവ് ഓയിൽ, ടോണ്ട് മിൽക്ക്, സോയ മിൽക്ക്, ഇങ്ങനെ അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. ലിസ്റ്റ് പ്രകാരമുള്ള ഐറ്റംസ് ഇദ്ദേഹത്തിൻ്റെ ജയിലിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒപ്പം ജയിലിന് സമീപത്തായിട്ട് ഇദ്ദേഹത്തിനൊരു കിച്ചൺ ഒരുക്കി കൊടുക്കണം. അതിൽ വേണ്ടത്ര പാത്രങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. ബൗള്, ഇദ്ദേഹത്തിന് ആവശ്യം വേണ്ട കുറേ പാത്രങ്ങളുടെ ലിസ്റ്റുമുണ്ട്. അങ്ങനെ കുറച്ച് സാധന സാമഗ്രികൾ, ഫർണിച്ചറുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ജയിലിൽ എത്തിച്ചു കൊടുക്കണം എന്നാണ് ഇപ്പോൾ തീഹാർ ജയിലിനെ കുറിച്ചുള്ളൊരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ കോടതിയിൽ ഇദ്ദേഹം നടത്തിയ ഒരു വാദവും. എന്തായാലും ഇദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം ഇദ്ദേഹം ഇവിടെ എത്തിയത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കണം. നല്ല ട്രീറ്റ്മെൻറ്റ് ഇദ്ദേഹത്തിന് ജയിലിൽ ചെയ്തു കൊടുക്കണം. സുഖ ചികിത്സയാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നതാണ് നമുക്കൊരു മറ്റൊരു ഇതൊന്നും മാത്രം പോരാ. കുറച്ച് എണ്ണ വെച്ച് തടവും, എണ്ണ തേച്ചുള്ള കുളിയും, പിന്നെ ധാരാവസ്തി തുടങ്ങിയ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. എന്തായാലും 14 കിലോയോളമാണ് അദ്ദേഹത്തിന് കുറവ് വന്നത്. 50 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു ഈ പാവം എന്നാണ് കോടതിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വല്ലാത്ത ഒരു ദയനീയ അവസ്ഥ തന്നെയല്ലേ, നമ്മൾ ഒപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ കോടതിയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കേണ്ടിയിരുന്നത്. ഇദ്ദേഹം കൊടിസുനിയുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെ. 42 വെട്ടി കൊന്നുവെങ്കിൽ ഇപ്പോൾ ജയിലിൽ വലിയ സുഖ സൗകര്യമാണ്. ജയിലിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഫോൺ ഉപയോഗിക്കാം, മാഫിയ പ്രവർത്തനത്തിനുള്ള സൗകര്യങ്ങൾ പോലും ജയിലിൽ കിട്ടുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജയിലൊരല്പം മാറിപ്പോയി. കണ്ണൂരിന് പകരം അദ്ദേഹം ചെന്ന് കിടന്നതായിക്കോട്ടെ തീഹാറിലായിപ്പോയി. അവിടെ കുറച്ച് ദേശീയവാദികളൊക്കെയാണുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വലിയ നല്ല ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടണമെന്നില്ല. തൊലി വെളുപ്പുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് ഒരു പരിഗണനയൊന്നും ഇവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ആ പരിഗണിക്കപ്പെടാത്തതിൻ്റെ ഒരു അങ്കലാപ്പാണ് പുള്ളിക്ക്. എത്ര നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാണ് ജീവിച്ചത്. ഉക്രൈനിൽ 6 ഉക്രൈൻ ഈ പറഞ്ഞ ചാരന്മാരോടൊപ്പമാണ് അദ്ദേഹം കൊൽക്കത്തയിൽ വെച്ച് പിടിയിലായത്. അദ്ദേഹം എന്നൊക്കെയാണ് ഞാൻ സൂക്ഷിച്ചുപയോഗിക്കുന്നത്. കാരണം ഇത്രയും സൗകര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനെ നമ്മൾ മഹാനായിട്ട് പരിഗണിക്കണ്ടേ. അത്ര ഒരു മഹത്തരമായ കാര്യമാണ് ഇയാൾ ചെയ്തത്. എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് നടത്തിയത്. നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടന മ്യാൻമാറിലേക്ക് പോയിട്ടാണ് അവർക്ക് പരിശീലനമൊക്കെ കൊടുത്തത്. അങ്ങനെ പരിശീലനം കൊടുക്കുന്ന വിസാറും ഒക്കെ കടന്ന് അദ്ദേഹം നേരെ മ്യാൻമാറിലേക്ക് എത്തിപ്പെടുകയും മ്യാൻമാറിൽ ഈ ഭീകരവാദ സംഘടനയ്ക്ക് നേരത്തെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ സജീവമായ പ്രവർത്തനമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വന്നതിന് ശേഷം പാവങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള പ്രവർത്തനവും നടത്താൻ പറ്റുന്നില്ല. ഇവരിപ്പോൾ അതുകൊണ്ട് തന്നെ മ്യാൻമാറിലേക്ക് കടന്ന് അവിടെ ചില പ്രദേശങ്ങളിലാണ് ഇവർ വ്യാപരിച്ചിരിക്കുന്നത്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് തീരാവുന്നുള്ള വിഷയമുള്ളൂ. അവർക്കാണ് ഈ ഡ്രോൺ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇവിടേക്ക് ലാൻഡ് ചെയ്തത്. എന്തായാലും വളരെ മനോഹരമായ ആവശ്യം തന്നെ. ഉടൻ തന്നെ ഇതെല്ലാം കിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത്.